بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മൻഹജുൽ ഹഖ് എന്ന കവിതയുടെ വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തുടരുന്നത്. നോക്കൂ, ഈ കവിതയിൽ ഷെയ്ഖ് പറയുന്നു: നുഖറു ബിഅന്ന അല്ലാഹ ലാ റബ്ബ ഗൈറുഹു ഇലാഹുൻ അലൽ അർശിൽ അളീം മുമജ്ജദു വനഷ്ഹദു അന്ന അല്ലാഹ മഅബൂദുന അല്ലദീ നുഖസ്സിസുഹു ബിൽഹുബ്ബി ദുല്ലൻ വനുഫർരിദു ذلا ونفرد فلله كل الحمد والمجد والثناء فمن أجل ذا كل إلى الله يقصد. ഇവിടെ യഖ്സുദു എന്ന് കാണാം, അത് അക്ഷരത്തെറ്റാണ്. യഖ്സിദു എന്നാണ്, കെസറാണ് വേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച്, അവനോടുള്ള പടപ്പുകളുടെ ഒന്നാമത്തെ ബാധ്യതയായ തൗഹീദിനെ കുറിച്ച് ആണ് ഈ വരികളിൽ ഉള്ളത്. നുഖറു ബിഅന്ന അല്ലാഹ ലാ റബ്ബ ഗൈറുഹു. നുഖറു, നാം അംഗീകരിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, നമുക്ക് യാതൊരു സംശയവുമില്ല. ബിഅന്ന അല്ലാഹ ലാ റബ്ബ ഗൈറുഹു, സുബ്ഹാനഹു വ തആല അവനല്ലാതെ മറ്റൊരു റബ്ബില്ല. ഇലാഹുൻ അലൽ അർശിൽ അളീം മുമജ്ജദു. ഇലാഹുൻ, അവനാണ് ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ. അലൽ അർശിൽ അളീം, അവൻ്റെ മഹത്തരമായ അർശിൽ, സിംഹാസനത്തിൽ ആരോഹണം ചെയ്തവനാണ്. മുമജ്ജദു, എല്ലാവിധ വാഴ്ത്തലുകൾക്കും പുകഴ്ത്തലുകൾക്കും അവകാശപ്പെട്ടവനും അർഹതപ്പെട്ടവനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുൽ വിശ്വാസമില്ലാത്തവൻ്റെ ജീവിതം, അവൻ്റെ ഹൃദയം അത് ചത്ത ഹൃദയമാണ്. അവൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. കാരണം ഹൃദയങ്ങളുടെ ജീവൻ അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിനും അവനോടുള്ള സ്നേഹത്തിനും അവനോടുള്ള തേട്ടത്തിലും അവനിൽ അവലംബിച്ച് കഴിയുക എന്നതിലുമാണ്. നീ പ്രയാസങ്ങൾക്ക് അവലംബിക്കുന്ന ഒരു റബ്ബിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ കൈകളുയർത്തേണ്ട റബ്ബിൽ നിനക്ക് വിശ്വാസമില്ല എങ്കിൽ എന്തായിരിക്കും ആ ജീവിതം? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമില്ലാത്ത, അവനോട് സ്നേഹമില്ലാത്ത, അവൻ്റെ മുന്നിൽ കേണുമടങ്ങാത്ത ഹൃദയം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഹൃദയമാണ്. അവരുടെ ജീവിതമാണ് ഏറ്റവും മോശമായ ജീവിതം, ഈ ലോകത്തും പരലോകത്തും. അവനാണ് സർവ്വ മനുഷ്യരുടെയും റബ്ബ്, സകല പടപ്പുകളുടെയും റബ്ബവനാണ്. അവനാണ് അവരെ എല്ലാം സൃഷ്ടിച്ചത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം തിരിച്ചുപോക്ക് അള്ളാഹുലേക്കാണ്. അള്ളാഹു റബ്ബാണ്, അവൻ നമ്മുടെ റബ്ബാണ്. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ആണ് സൃഷ്ടിച്ചത്, അവനാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, അവനാണ് ഉടമസ്ഥൻ, അവനാണ് നിയന്ത്രിക്കുന്നവൻ. അവനിലേക്കാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മടക്കം. ആകാശങ്ങളും ഭൂമിയുമെല്ലാം അതിൻ്റെ താൽക്കാലിക ഉടമസ്ഥരായ ആളുകൾക്ക് ശേഷം അള്ളാഹു അനന്തരമെടുക്കുന്നതാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. അള്ളാഹു പറഞ്ഞു, അവൻ്റേതാണ് ആകാശഭൂമികളുടെ മീറാസ്, അതിൻ്റെ എല്ലാം അനന്തരാവകാശം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ വാരിസ്. വാരിസാണവൻ, അനന്തരമെടുക്കുന്നവനാണ്. ഈ ഭൂമിയിലും
മറ്റുമുള്ള എല്ലാ പടപ്പുകളും അവരുടെ കൈകളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിട്ടേച്ചു പോകും. അതിൻ്റെ യഥാർത്ഥ ഉടമയായ അള്ളാഹു അത് ഏറ്റെടുക്കും. ഇന്ന നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ, ഭൂമിയും അതിനു മുകളിലുള്ളതും നാം അനന്തരം എടുക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവൻ ഇലാഹാണ്. ഇലാഹാണ്. ആരാണ് ഇലാഹ്? അല്ലദീ യഅ്ലഹുൽ ഖലായിഖു ഹുബ്ബൻ വദുല്ലൻ വതഅദീമൻ. ഇലാഹ് എന്നാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാധിക്കപ്പെടുന്നവൻ, ആരാധനകൾക്ക് അർഹനായവൻ, സാക്ഷാൽ ആരാധ്യൻ അല്ലാഹുവാണ്. സ്നേഹത്തോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ ആരാധിക്കപ്പെടുന്നവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. എങ്ങനെയാണ് നാം നമ്മുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നത്? അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ, ഭയപ്പാടോടെ, പ്രതീക്ഷയോടെ അങ്ങനെ സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നവനാണ് റബ്ബ്. നോക്കൂ, അള്ളാഹുവിനോടുള്ള സ്നേഹം അത് അവനുള്ള ഇബാദത്തിൻ്റെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഭാഗമാണ്. മഹബ്ബത്തില്ലാതെ ഇബാദത്തില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹമില്ലാതെ എന്തില്ല? അള്ളാഹുവിനുള്ള ഇബാദത്ത് ഇല്ല. ആ സ്നേഹത്തോടൊപ്പം അവനെ മഹത്വപ്പെടുത്തണം. കേവല സ്നേഹമല്ല. ചില ആളുകൾ പറയുന്നത് പോലെ സ്നേഹിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ആ സ്നേഹം തഅദീമോടെ അവനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പമുള്ള സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരിൽ ചിലർ പറയുകയുണ്ടായി, നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കരുത് എന്നതിന് പിന്നിലുള്ള ഹിക്മത്തായി, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമായി ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ്, റബ്ബ് അവൻ്റെ മുന്നിലുണ്ട്. നോക്കൂ നിങ്ങൾ, പടപ്പുകളിൽ ചിലരെ അവരോടുള്ള ആദരവ്, ബഹുമാനം അത് ഒന്ന് ശക്തമായാൽ പലപ്പോഴും അവർക്ക് മുന്നിൽ നിന്ന് അവരെ നേർക്കുനേരെ നോക്കി നിൽക്കാൻ ആളുകൾക്ക് സാധിക്കുകയില്ല. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും എന്നോട് നബിയുടെ രൂപം എങ്ങനെയാണ് എന്ന് കൃത്യമായി വർണ്ണിച്ചു തരാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനാദരവുകൾ കാരണത്താൽ നബിയെ കണ്ണ് നിറച്ചു നോക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല എന്ന് അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. സഹാബത്ത് രണ്ട് തരക്കാരാണ് എന്ന്. ചിലർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി നബിയിൽ നിന്ന് കണ്ണെടുക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണത്താൽ. ചിലർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനം കാരണത്താൽ നബിയെ കണ്ണ് നിറച്ച് നോക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. ഇത് പടപ്പുകളിൽ ബഹുമാനം അധികമാകുന്ന ആളുകൾക്ക് മുന്നിൽ സംഭവിക്കുമെങ്കിൽ അവരുടെ എല്ലാം ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ നിൽക്കുമ്പോൾ താഴേക്ക് നോക്കി അങ്ങേയറ്റത്തെ വിനയത്തോടെ നിൽക്കാൻ മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് ശക്തമായ ഭാഷയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുന്നവർ അവരത് അവസാനിപ്പിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കപ്പെട്ടേക്കാം, കാഴ്ച പോയേക്കാം, തിരിച്ചു വരാതെ പോയേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് നിസ്കാരത്തിൽ പറ്റുന്ന തെറ്റുകളിൽ ഗുരുതരമായ തെറ്റുകളിൽ ഒന്നാണ് നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുക എന്ന്. പാടില്ല, മറിച്ച് താഴേക്ക് ആണ് നോക്കേണ്ടത്. കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുക എന്നത് നിസ്കാരത്തിൽ പലരും വരുത്തുന്ന തെറ്റുകളിൽ ഒന്നാണ്. ഗുരുതരമായ തെറ്റാണ്, ചെയ്യരുത്. ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തരുത് നിസ്കാരത്തിൽ, മറിച്ച് കണ്ണുകൾ താഴ്ത്തുക, സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ നാം ഇബാദത്ത് ചെയ്യുന്നത് സ്നേഹത്തോടെ, അതുപോലെ അങ്ങേയറ്റം അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അതോടൊപ്പം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അവനെ ഭയപ്പെട്ടുകൊണ്ട്. ഈ മൂന്നും ചേർന്നാലേ ഇബാദത്തുള്ളൂ, സ്നേഹവും പ്രതീക്ഷയും ഭയപ്പാടും. ചില ആളുകൾ സ്നേഹം മാത്രം പഠിപ്പിക്കും. സൂഫികൾ അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രം പറയുന്നത് കാണാം. അത് തെറ്റാണ്, പാടില്ല. മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യണം ആ സ്നേഹത്തോടൊപ്പം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഭയവും പ്രതീക്ഷയും റജാവും ഖൗഫും ഉണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഫാത്തിഹ ആരംഭിച്ചത് ബിസ്മി കഴിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ഹംദ് അവനോടുള്ള സ്നേഹം അറിയിക്കുന്ന വാക്കാണ്. റഹ്മാൻ റഹീം, അവൻ ഏറ്റവും റഹ്മത്തുള്ള
പടപ്പുകൾക്ക് റഹ്മത്ത് ചൊരിയുന്നവനാണ്. അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ്. മാലിക് യൗമിദ്ദീൻ, അവൻ അന്ത്യനാളിൻ്റെ വിചാരണയുടെ പ്രതിഫലത്തിൻ്റെ നാളിൻ്റെ ഉടമസ്ഥനാണ്. അത് അവനെക്കുറിച്ചുള്ള ഭയമുണ്ടാക്കുന്ന ഭാഗമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും പ്രതീക്ഷയും അതുപോലെ ഭയപ്പാടും. ഇത് മൂന്നും പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറയുന്നത്? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ മൂന്നുമില്ലാതെ ഇബാദത്തില്ല. അള്ളാഹുവിനുള്ള സ്നേഹവും പ്രതീക്ഷയും അവനോടുള്ള ഭയപ്പാടും ഇല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. ആ ഇബാദത്ത് ആരാധന യഥാർത്ഥ ആരാധന ആവുകയില്ല. ചിലർ ചോദിക്കാം, എന്തിനാണ് അള്ളാഹുനെ പേടിക്കണം എന്ന് പറയുന്നത്? എന്തിനാണ് പേടിക്കണം എന്ന്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. അല്ല, അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹു അവനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, അവനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹു ഖുർആനിൽ. മാത്രമല്ല അള്ളാഹു പറഞ്ഞു, ذَلِكَ يُخَوِّفُ اللَّهُ بِهِ عِبَادَهُ يَا عِبَادِ فَاتَّقُونِ. അള്ളാഹു അവൻ്റെ അടിമകളെ അത് പറഞ്ഞു ഭയപ്പെടുത്തുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ذَلِكَ يُخَوِّفُ اللَّهُ بِهِ عِبَادَهُ. അള്ളാഹു അവൻ്റെ അടിമകളെ അത് മുഖേന ഭയപ്പെടുത്തുകയാണ് അവൻ്റെ ആയത്തുകൾ കൊണ്ട്. وَمَا نُرْسِلُ بِالْآيَاتِ إِلَّا تَخْوِيفًا. നാം ആയത്തുകൾ, ഈ പ്രപഞ്ചത്തിലെ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ മാത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം, അതോടൊപ്പം അവനിൽ പ്രതീക്ഷ അർപ്പിക്കണം. ഭയം അത് അതിൻ്റെ പരിധി വിട്ട് അള്ളാഹുവിനെക്കുറിച്ച് നിരാശനായവൻ ആകരുത് നീ. പ്രതീക്ഷ അതിൻ്റെ പരിധി വിട്ട് അള്ളാഹുവിനെ പേടിയില്ലാത്തവനാകരുത് നീ. മറിച്ച് രണ്ടും ഒരുപോലെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാണ് ഇലാഹ്. അവൻ അലൽ അർശിൽ അളീമി മുമജ്ജദു. അള്ളാഹുവിനെ കുറിച്ച് നാം വിശ്വസിക്കുന്നു, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു, അവൻ അവൻ്റെ അർശിനുമേൽ ഇസ്തിവാ ചെയ്തവനാണ്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന്, അവൻ്റെ മഹാസിംഹാസനത്തിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു 7 ഇടത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലൊന്നാണ് സൂറത്തു താഹ, അർ-റഹ്മാനു അലാ അൽ അർശി ഇസ്തവ. അള്ളാഹു 7 ആകാശങ്ങൾക്കുമേൽ അവൻ്റെ സിംഹാസനത്തിനുമേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അർശ് എന്നത് അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും വലുതാണ്. അതിനോളം വലിയ മറ്റൊരു സൃഷ്ടിയില്ല. അതുപോലെ അവൻ്റെ സൃഷ്ടികളിൽ നമുക്കറിയാവുന്ന അവൻ്റെ പടപ്പുകളിൽ ആദ്യത്തെ പടപ്പാണത് അർശ്, അള്ളാഹുവിൻ്റെ മഹാസിംഹാസനം. അതുപോലെ ആ അർശ് ഏറ്റവും ഭാരമുള്ളതാണ് അവൻ്റെ സൃഷ്ടികളിൽ വെച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഫജ്റിന് ശേഷം ചൊല്ലുന്ന ദുആയിൽ നമുക്ക് കാണാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി റിദാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹുവിനോടുള്ള തസ്ബീഹും ഹംദും, അവനെ പരിശുദ്ധപ്പെടുത്തുകയും അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിൻ്റെ അത്രയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തായിരിക്കും അവൻ്റെ സൃഷ്ടികളുടെ എണ്ണം? വരിദാ നഫ്സിഹി, അവൻ്റെ തൃപ്തിയുടെ അത്രയും. അതുപോലെ വസീനത അർശിഹി, അവൻ്റെ സിംഹാസനത്തിൻ്റെ ഭാരത്തിൻ്റെ അത്രയും. വമിദാദ കലിമാതിഹി, അവൻ്റെ വാക്കുകളുടെ ഭാരത്തിൻ്റെ, അവൻ്റെ വാക്കുകളുടെ അത് എഴുതാനുള്ള മഷിയുടെ അത്രയും. കാരണം അവൻ്റെ വാക്കുകൾ കലിമാത്ത് എന്നത് അതിന് തുടക്കമില്ല ഒടുക്കമില്ല. എന്തുകൊണ്ട്? കാരണം അള്ളാഹുവിന് തുടക്കവും ഒടുക്കവുമില്ല. അതുകൊണ്ട് അവൻ്റെ സംസാരത്തിന് എന്തില്ല? അറ്റമില്ല. ആദം അലൈഹിസ്സലാമിനോട് അവൻ സംസാരിച്ചിട്ടുണ്ട്, നാളെ സ്വർഗവാസികളോട് അവൻ സംസാരിക്കും. അവൻ്റെ സംസാരത്തിന് അറ്റമില്ല. അതുകൊണ്ട് തന്നെ അത് എഴുതാൻ ഈ ലോകത്തെ കടലെല്ലാം മഷിയാക്കിയാൽ അത് തീർന്നു പോകും, കടൽ അവസാനിക്കും. കാരണം കടലിലെ വെള്ളം എത്ര അധികമുണ്ട് എങ്കിലും അതിന് നിശ്ചയിക്കപ്പെട്ട ഒരളവുണ്ട്, അത് കഴിഞ്ഞാൽ അത് തീരും, എത്ര അധികമുണ്ട് എങ്കിലും. അതേസമയം അള്ളാഹുവിൻ്റെ കലിമാത്തിന്, അവൻ്റെ വാക്കുകൾക്ക് അറ്റമില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് അവൻ്റെ വിശേഷണമാണ്. അവൻ സൃഷ്ടാവാണ്, അതുകൊണ്ട് അവൻ്റെ വാക്ക് എന്തല്ല? സൃഷ്ടിയാവുകയില്ല. അവൻ്റെ വാക്ക് അവൻ്റെ വിശേഷണമാണ്, അതുകൊണ്ട് അത് അവസാനിക്കുകയില്ല. ലോകത്തുള്ള മരങ്ങളെല്ലാം പേനയാക്കിയാൽ അത് എഴുതാൻ സാധ്യമല്ല, മരങ്ങളെല്ലാം തീർന്നു പോകും. അള്ളാഹുവിൻ്റെ വാക്ക് തീരുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ലോകത്ത് മരങ്ങൾ എത്രയുണ്ട് എങ്കിലും അതിനൊരെണ്ണമുണ്ട്, ഇത് കഴിഞ്ഞാൽ അത് തീരും. എന്നാൽ അള്ളാഹുവിൻ്റെ വാക്ക് അവസാനിക്കുകയില്ല. നോക്കൂ, ഇവിടെ ഈ ദിക്റിൽ പറഞ്ഞതൊക്കെ ഏറ്റവും അങ്ങേയറ്റമാണ്. അതുകൊണ്ട് അർശ്, അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്, ഏറ്റവും വലുത്. അതുപോലെ പടപ്പുകളിൽ വച്ച് ഏറ്റവും മുകളിലുള്ള സൃഷ്ടി ഏതാണ്?
അർഷാണ്. അർഷ് എന്നത് സൃഷ്ടികൾക്കെല്ലാം മേലെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം മേൽക്കൂരയാണ് അർഷ്, അള്ളാഹുവിൻ്റെ സിംഹാസനം. അതിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അവൻ ആരോഹണം ചെയ്തിരിക്കുന്നു. അവൻ അതിൻ്റെ മുകളിലാണ്. എങ്ങനെയാണ് അവൻ അതിൻ്റെ മുകളിൽ ആരോഹണം ചെയ്ത്? അതിൻ്റെ കൈഫി അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷേ അവൻ്റെ അർഷിനു മേലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മുമജ്ജദു, അവൻ എല്ലാ മജിദുമുള്ളവനാണ്. മജിദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വം, എല്ലാ മഹാത്മ്യവും മഹത്വവുമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ മജീദ്. എന്താണ് അൽ മജീദ് എന്ന് പറഞ്ഞാൽ? ഹമീദാണവൻ, മജീദാണവൻ, എല്ലാ മജിദുമുള്ളവനാണ്. മജിദ് എന്ന് പറഞ്ഞാൽ ഔന്നത്യം, വലിപ്പം, മഹത്വം. ഈ പേരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത്, ഒരു വിശേഷണത്തെക്കുറിച്ചുള്ള പേരല്ല. പിന്നെ അള്ളാഹു ഏത് നിലക്കും അവൻ മജീദാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പേരുകൾക്കുണ്ട്, അവൻ്റെ വിശേഷണങ്ങൾക്കുണ്ട്, അവൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ട്, അവൻ നിശ്ചയിച്ച ദീൻ കൊണ്ട് ഏത് നിലക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. എല്ലാ മഹത്വമുള്ളവരെക്കാൾ മഹത്വമുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ദുൽ ജലാലി വൽ ഇക്റാം, അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്, ഏറ്റവും ആദരവുകൾക്ക് അർഹനായിട്ടുള്ളവനാണ്. എന്താണ് അടുത്ത വരി? വനശ്ഹദു അന്നല്ലാഹ മഅബൂദുന അല്ലദി നുഖസ്സിസുഹു ബിൽ ഹുബ്ബി ദുല്ലൻ വനുഫ്രിദു. വനശ്ഹദു, നാം സാക്ഷ്യം വഹിക്കുന്നു, അന്നല്ലാഹ മഅബൂദുന, അല്ലാഹുവാണ് നമ്മുടെ മഅബൂദ്, നമ്മുടെ ഇബാദത്തുകൾക്ക് അർഹൻ. അല്ലദി നുഖസ്സിസുഹു, അവന് മാത്രമേ നാം നമ്മുടെ ഇബാദത്തുകൾ നൽകുകയുള്ളൂ. ബിൽ ഹുബ്ബി, സ്നേഹത്തോടെ, ദുല്ലൻ, അങ്ങേയറ്റത്തെ താഴ്മയോടെ, വനുഫ്രിദു, അവനെ നാം അതിൽ ഏകനാക്കുന്നു. തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തൗഹീദിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ് ഈ പറഞ്ഞത്. ഇതിനു വേണ്ടിയാണ് അള്ളാഹു പടപ്പുകളെ മുഴുവൻ പടച്ചത്. ഇതിനു വേണ്ടിയാണ് അള്ളാഹു നബിമാരെ മുഴുവൻ നിയോഗിച്ചത്. മുഴുവൻ കിതാബുകളും അള്ളാഹു അവതരിപ്പിച്ചത് ഈ കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗവും നരകവും വേർതിരിഞ്ഞത് ഇതിൻ്റെ പേരിലാണ്, തൗഹീദിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൻ്റെ പേരിൽ. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഇതിനോളം വലിയ മറ്റൊരു സത്യമില്ല. ഇതിനോളം അള്ളാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല. ഇതിന് വിരുദ്ധമായ ശിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പതാക അത് ഉയർത്തപ്പെട്ടത്. അവർ തമ്മിലുള്ള പോരാട്ടം ഉണ്ടായത് ഇതിൻ്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിൻ്റെ പേരിൽ. ലോകത്തെ മുശ്രിക്കുകൾ ആരും അള്ളാഹുവിൻ്റെ നബിമാരോട് തർക്കിച്ചത് അള്ളാഹു സട്ടാവാണ്, ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങളുടെ ഈ ബിംബങ്ങളാണ് ഞങ്ങളെ പടച്ചത് എന്ന് പറഞ്ഞിട്ടായിരുന്നോ? ഒരിക്കലുമല്ല. ലോകത്ത് ഒരു മുശ്രിക്കും ഇങ്ങനെ നബിമാരോട് ഈ വിഷയത്തിൽ തർക്കിച്ചിട്ടില്ല. മറിച്ച് അവരുടെ എല്ലാം തർക്കം അള്ളാഹു പറഞ്ഞത് മുഴുവൻ ഏത് കാര്യത്തിലാണ്? അവർ പറഞ്ഞത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്ന് നമ്മൾ അംഗീകരിക്കുകയില്ല. എന്തിന് താനാണ് ഈ പടപ്പുകളുടെ എല്ലാം റബ്ബ് എന്ന് അഹങ്കരിച്ചു പറഞ്ഞ ഫിർഔനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ. അവർ അതിനെ നിഷേധിച്ചു, പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അവർക്ക് ഉറപ്പായും അറിയാം ഈ പറഞ്ഞത് സത്യമാണ്. മൂസാ നബി പറയുന്നത് സത്യമാണ്. ദുൽമൻ വഉലുവ, അക്രമമായി അവൻ അഹങ്കാരത്തോടെയാണ് അതിനെ നിഷേധിച്ചത്, അതല്ലാതെ ഉള്ളിൽ ഉണ്ടായിട്ടല്ല. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ഫിർഔനോട് എന്തു പറഞ്ഞത്? ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഓ ഫിർഔൻ, നിനക്കറിയാം ഇത് അവതരിപ്പിച്ചത് ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബായ അള്ളാഹുവാണ് എന്ന് മൂസ അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, തൗഹീദുൽ ഉലൂഹിയ്യ, ഇതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ പടച്ചത്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ എന്ന് മാത്രമല്ല. സുബ്ഹാനല്ലാഹ് സഹോദര, നിനക്ക് അള്ളാഹു റബ്ബാണെന്ന വിശ്വാസമുണ്ടല്ലോ, യാതൊരു സംശയവുമില്ലല്ലോ. അതിനേക്കാൾ നീ ആവശ്യക്കാരൻ. നീ ഏത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ഈ കാര്യത്തിൽ നീ ഉറപ്പിക്കുക എന്നതാണ്. ഏത് കാര്യമാണ്? അള്ളാഹുവാണ് നിന്റെ ആരാധ്യൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ളത് അള്ളാഹു മാത്രമാണ്. ഈ വിശ്വാസമാണ്, അതിലേക്കാണ് നീ ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ളത്. നിന്റെ ഹൃദയം അത് ഏറ്റവും നേരായി നിലനിൽക്കുക ഇതിൽ നീ അടിയുറച്ചു നിൽക്കുമ്പോഴാണ്. അള്ളാഹുവിനല്ലാതെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എൻ്റെ റബ്ബല്ലാതെ, ആരാധിക്കാൻ എൻ്റെ റബ്ബല്ലാതെ ഇല്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചുകൂടാ എന്ന കാര്യമാണ്.
സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് നമുക്ക് പല ആളുകളുടെയും പ്രബോധനത്തിലെ ദഅവത്തിലെ അബദ്ധം മനസ്സിലാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് ജനങ്ങൾ ആദ്യം ക്ഷണിക്കാതെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത് തികഞ്ഞ അബദ്ധമാണ്. അള്ളാഹുവിൻ്റെ നബിമാരുടെ മുഴുവൻ ദഅവത്തിൻ്റെ രീതിക്കെതിരാണത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞെന്താ? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ ചെല്ലുന്നത് വേദക്കാരിൽപ്പെട്ട ഒരു ഖൗമിൻ്റെ അരികിലേക്കാണ്. ഫലിയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്. നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുക എന്ന കാര്യത്തിലേക്കാണ് മുആദ് നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ മക്ക കാലഘട്ടത്തിൽ നിസ്കാരം നബിക്ക് നിർബന്ധമാകുന്നത് ഒരു അഭിപ്രായ പ്രകാരം ഇസ്രാ മിഅ്റാജിനാണല്ലോ നിർബന്ധമാകുന്നത്. അത് ഹിജറയുടെ തൊട്ട് മുന്നേ ആണെന്നാണ് ധാരാളം പണ്ഡിതന്മാർ അവകാശപ്പെട്ടിട്ടുള്ളത്. എന്തെന്നാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ ആദ്യത്തെ വർഷങ്ങളിലായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, നിസ്കാരം ഇസ്ലാമിൻ്റെ തൂണാകുന്ന നിസ്കാരം അതുപോലും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിർബന്ധമാക്കപ്പെട്ടത്. അത്രയും കാലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിച്ചത് ഏത് കാര്യത്തിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്തുകൂടാ, റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതിൽ വീഴ്ച പറ്റിയ ഒരു ഖൗമിനെ മറ്റെന്തു പറഞ്ഞിട്ടും നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹു വിജയം നൽകുകയില്ല തൗഹീദില്ലാതെ. അവരെ നീ മറ്റെന്തെങ്കിലും പഠിപ്പിച്ച് അവരുടെ സ്വഭാവം നന്നാക്കാൻ ശ്രമിച്ചിട്ടോ, അവരിൽ മദ്യപാനം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടോ, സാമ്പത്തിക ഇടപാട് നന്നാക്കാൻ ശ്രമിച്ചിട്ടോ, അതൊക്കെ ഈ ദീനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നുപോലും എന്തിനോളം വരികയില്ല? തൗഹീദിനോളം വരികയില്ല. തൗഹീദ് നന്നായാലല്ലാതെ അതൊന്നും നന്നായിട്ട് കാര്യമല്ല. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, തൗഹീദ് ആ കാര്യങ്ങളെ നന്നാക്കും, സംശയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീ മുവഹിദുകൾക്കിടയിൽ എന്തെങ്കിലും പാളിച്ചകൾ, അവർക്കിടയിലെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഇടപാടുകളിൽ, മറ്റുള്ള കാര്യങ്ങളിൽ അവരിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ സഹോദര, ആ പ്രശ്നങ്ങൾ തിരുത്തേണ്ടതാണ്. പക്ഷേ ഒരിക്കലും നീ അതിനെ തൗഹീദിനെ വിലയിടിച്ച് കാണാൻ ഇടയാക്കരുത്. തൗഹീദുണ്ടോ അവരിൽ ഇത്തരം തിന്മകൾക്കെതിരിൽ നന്നായി അതിനെതിരിൽ സംസാരിക്കുന്ന, അതിനെതിരിൽ ബോധവൽക്കരിക്കുന്ന ആളുകൾ അവരുടെ തലമുറകളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്ന് മാത്രമേ അവരിലെ അത് ഫലപ്പെടുകയുള്ളൂ. യഥാർത്ഥത്തിൽ അത് ഫലപ്പെടുക, മറ്റുള്ള ഉപദേശങ്ങൾ ഫലപ്പെടുക മുവഹിദുകളിലാണ്. അള്ളാഹുവിനുള്ള ഇബാദത്ത് അവന് മാത്രം ഏകമാക്കാത്തതിൽ, അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനിൽ ഏത് ഖൈറാണ് ഇനി പ്രതീക്ഷിക്കുന്നത്? എന്ത് ഖൈറാണ് അവനിൽ നിനക്ക് കാത്തിരിക്കാനുള്ളത്? ഇല്ല. അതുകൊണ്ട് തൗഹീദ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി നീ എത്ര കാലം ചെലവഴിച്ചാലും, എത്ര സമയം അതിനുവേണ്ടി നീട്ടിവെച്ചാലും അതൊന്നും അധികമാവുകയില്ല. തൗഹീദ് പഠിക്കാനും അത് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ. നോക്കൂ, ഇനി ഷെയ്ഖ് പറയുകയാണ്, ഫലില്ലാഹി കുല്ലുൽ ഹംദി വൽ മജ്ദി വസ്സന ഫമിൻ അജ്ലി ദാ കുല്ലുൻ ഇലല്ലാഹി യഖ്സിദു. ഫലില്ലാഹി കുല്ലുൽ ഹംദ്, അള്ളാഹുവിനുള്ളതാണ് എല്ലാ സ്തുതിയും. വൽ മജ്ദി വസ്സന, അവനുള്ളതാണ് എല്ലാ പ്രശംസയും അതുപോലെ മഹത്വപ്പെടുത്തലും അള്ളാഹുവിനുള്ളതാണ്. ഫമിൻ അജ്ലി ദാ, ഇതിനു വേണ്ടിയാണ് കുല്ലുൻ ഇലല്ലാഹി യഖ്സിദു, അള്ളാഹുവിലേക്ക് ലക്ഷ്യമാക്കി ചെല്ലുന്നത് എല്ലാവരും. എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളും അവയിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, തുസബ്ബിഹു ലഹു സ്സമാവാതു സ്സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. തുസബ്ബിഹു ലഹു സ്സമാവാതു സ്സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പറയുകയുണ്ടായി, ഈ ആയത്തിൽ തെളിവുണ്ട് ലോകത്തുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നത്. കാരണം സ്നേഹമില്ലാതെ എന്തില്ല? തസ്ബീഹില്ല. അള്ളാഹുവിനെ അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് അവയുടെ തസ്ബീഹ് മനസ്സിലാവുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അവൻ ഏറ്റവും ക്ഷമിക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്.
എന്താണ് ആ തസ്ബീഹിൻ്റെ ഉദ്ദേശം? ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തസ്ബീഹിൻ്റെ ഉദ്ദേശം എന്താണ്? അവ യഥാർത്ഥത്തിൽ അവയുടെ സംസാരം കൊണ്ട് തന്നെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അല്ലാതെ അള്ളാഹിനെ അത് അനുസരിക്കുന്നു, അള്ളാഹിൻ്റെ വിധിക്കനുസരിച്ചേ അത് നീങ്ങുള്ളൂ, ഒരു കല്ല് നീങ്ങണമേ അത് അള്ളാഹിൻ്റെ വിധിക്കനുസരിച്ചാണ് എന്നൊക്കെ ചിലർ ഇതിന് വ്യാഖ്യാനം പറയാറുണ്ട്. അല്ല, അങ്ങനെയല്ല. അള്ളാഹുവിനെ അത് തസ്ബീഹ് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ചൊല്ലുന്നു തന്നെയാണ്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൈകളിൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് ആര് കേട്ടിട്ടുണ്ട്? സഹാബത്ത് കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം സഹാബത്തിൻ്റെ കൈകളിൽ കിടന്ന് അള്ളാഹുവിനെ സ്മരിച്ചത് സഹാബത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില ജീവനില്ലാത്ത വസ്തുക്കൾ അള്ളാഹുവിനെ എങ്ങനെ തസ്ബീഹ് ചെയ്തേക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നി അഅലമു ഹജറൻ ബിമക്ക, എനിക്ക് മക്കയിലെ ഒരു കല്ലിനെ അറിയാം. മക്കയിലെ ഒരു കല്ല്, ഞാൻ നബിയാകുന്നതിന് മുൻപ് അതെനിക്ക് സലാം പറയുമായിരുന്നു. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുക, മക്കയിൽ ഒരു കല്ല് എനിക്ക് സലാം പറയുമായിരുന്നു, എനിക്ക് ആ കല്ലറിയാം. എപ്പോൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയാകുന്നു, അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് അത് പറയുമായിരുന്നു എന്നാണ്. ഇങ്ങനെ നമ്മൾ കേൾക്കാതെ, നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യും. അങ്ങനെ വിശ്വസിക്കുക, അള്ളാഹു പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതല്ലാത്ത വഴിയിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാതെ. അള്ളാഹു പറഞ്ഞത് കല്ലും മരവും ഇതൊക്കെ അള്ളാഹിനെ അനുസരിക്കുന്നു എന്നല്ലല്ലോ, തസ്ബീഹ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അനുസരിക്കുന്നു എന്ന് പറയാൻ റബ്ബിനറിയില്ലേ? അള്ളാഹുവിനറിയാം. അള്ളാഹു തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കും. ആ റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നു, ഹംദ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും വലിയ വാക്കുകളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് മീസാൻ നിറക്കുന്നു. മീസാൻ നിറക്കുന്ന വാക്കാണെന്ത്? അൽഹംദുലില്ലാഹ്. എന്താണ് മീസാൻ? പരലോകത്ത് ആളുകളുടെ പ്രവർത്തനങ്ങൾ തൂക്കുന്ന തുലാസാണ്. അതും ഇതുപോലെ വിശ്വസിക്കാൻ. എങ്ങനെ? ആളുകളുടെ അമലുകൾ തൂക്കുന്ന ഒരു വലിയ തുലാസാണ്. അതിന് 2 കിഫത്തുകളുണ്ട്, 2 തട്ടുകളുണ്ട്. അതല്ലാതെ ചിലർ പറയുന്നത് പോലെ അത് പരലോകത്ത് ഒരു ആലങ്കാരിക തുലാസ്. കാരണം അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ തോന്നി, എങ്ങനെ ആളെയൊക്കെ തൂക്കും, വസ്തുക്കൾ എങ്ങനെ ഒരു നിസ്കാരം തൂക്കുക, എങ്ങനെ ഒരു നോമ്പ് തൂക്കുക, ഒരു ഈമാൻ, ഒരു സൽസ്വഭാവം എങ്ങനെ തൂക്കും എന്നവൻ ചിന്തിക്കുകയാണ്. അല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ചെയ്യും. അമൽ തൂക്കും, സംശയവുമില്ലാതെ. അമലുകളെ അള്ളാഹു അതിൻ്റെ ഭാരമെടുക്കും, അതിൻ്റെ കണക്കെടുക്കും. ആ തുലാസാകട്ടെ ആകാശങ്ങളും ഭൂമിയും കൊണ്ടുവച്ചാൽ പോലും വേണമെങ്കിൽ ആകാശങ്ങളെ ഭൂമികൾ എടുത്തിട്ട് ആ തുലാസ് വെച്ച് തൂക്കാം. അത്രയും വലുതാണ്, അത്രയും വലുതാണ്, അത്ര വലുതാണ്. അതോടൊപ്പം ഏറ്റവും ചെറിയ ഒരു അമലാണെങ്കിൽ പോലും അതിൽ തൂക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞ എന്താണ്? وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. സൂറത്തു അൽ-അംബിയായിലെ ആ ആയത്ത്, അല്ലെങ്കിൽ സൂറത്തു ഹജ്ജിലെ സൂറത്തിലാണ് نضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا. ഹജ്ജിലാണ് സൂറത്തുൽ അംബിയായിലാണ്, സൂറത്തുൽ ഹജ്ജിലാണ് എൻ്റെ ഓർമ്മ. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ, നാം നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കുന്നതാണ്. فَلَا تُظْلَمُ نَفْسٌ شَيْئًا, ഒരാളും അനീതിക്ക് വിധേയമാവുകയില്ല. وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا, ഒരണുമണി തൂക്കമുള്ളതാണ് എങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. وَكَفَى بِنَا حَاسِبِينَ, കണക്കെടുക്കാൻ നാം തന്നെ മതി. എത്ര ചെറുതാണ് എങ്കിലും ആ തുലാസിൽ അതിൻ്റെ ഭാരം തൂങ്ങും. എത്ര വലുതും കൊണ്ടുവെക്കാനുള്ള വലിപ്പമുണ്ടതിന്. ആ തുലാസ് നിറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ മഹത്വം എത്രയാണ് സഹോദര! അത് പറയാൻ എത്ര എളുപ്പമാണ്. അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറയാൻ എത്ര എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു മനുഷ്യൻ ഒരു ഉരുള ഭക്ഷണം കഴിച്ചു, കുറച്ച് ഭക്ഷണം അതേവന് കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ അതേവൻ കഴിച്ചുള്ളൂ, എന്നിട്ട് പറയുക അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് തൃപ്തിപ്പെടുന്നു. അതിന് കിട്ടുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ
റിദാ, അവൻ്റെ തൃപ്തി എന്താണ്? റിദ്വാനും മിൻ അല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തി എന്നത് ഏറ്റവും വലുതാണ്. ഒരിറക്ക് വെള്ളം കുടിച്ചു, എന്നിട്ട് അവൻ പറയുക അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് തൃപ്തിപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റബ്ബിനെ നമ്മൾ ഹംദ് ചെയ്യും, അള്ളാഹുവിനെ സ്തുതിക്കും. മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ് മുഅ്മിനുകൾ. അള്ളാഹുവിനെ കുറിച്ച് മോശമായത് പറയുന്നവരല്ല, റബ്ബിനെ കുറിച്ച് പരാതി പറയുന്നവരല്ല. സലഫുകളിൽ, മുൻഗാമികളിൽ ചിലർ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ വേറൊരാളോട് ഇങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയാണ്. നീ ആരെക്കുറിച്ചാണ് ഈ ആവലാതി പറയുന്നത്? നീ ആരെക്കുറിച്ചാണ് ആവലാതി പറയുന്നത്? നിനക്കെല്ലാം നൽകിയ നിന്റെ റബ്ബിനെ കുറിച്ച് നിനക്കൊന്നും തരാത്ത, അതിന് സാധിക്കാത്തൊരു പടപ്പിനോട് നീ പോയി ആവലാതി പറയുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പം മുഅ്മിനുകൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം വെച്ച് പുലർത്തുന്നവരല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല വിചാരം വെച്ച് പുലർത്തുന്നവരാണ്. റബ്ബ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന ഇൻദ ظن അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അങ്ങനെയാണ്. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. മറ്റു ചില റിവായത്തുകൾ കാണാം, ഫല്യദുന്ന അബ്ദി ബിമാ യശാ, ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു അങ്ങനെയായിരിക്കും. അതുകൊണ്ട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കട്ടെ. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കരുത്, നല്ലത് മാത്രം. നീ സൽക്കർമ്മം ചെയ്യുമ്പോൾ നീ അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കേണ്ടത് എന്താണ്? എൻ്റെ റബ്ബ് ഇത് സ്വീകരിക്കും. തിന്മകൾ ചെയ്തു പോയാൽ നീ ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക. എന്നിട്ട് നീ പ്രതീക്ഷിക്കുക, എൻ്റെ റബ്ബ് ഇത് പുറത്തു തരും എന്ന് നീ പ്രതീക്ഷിക്കുക. തിന്മകൾ ചെയ്തുകൊണ്ട് നീ അള്ളാഹു ഇത് പൊറുക്കും എന്ന് വിചാരിച്ചാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ സൽവിചാരമല്ല, മറിച്ച് അത് ആത്മവഞ്ചനയാണ്. നീ വഞ്ചനയിൽ ഗുറൂറിൽ അകപ്പെട്ടിരിക്കുകയാണ്. അല്ല, തിന്മ ചെയ്താൽ നീ എപ്പോഴാണ് റബ്ബിനെ കുറിച്ച് വിചാരിക്കുക? നീ ആ തിന്മ അവസാനിപ്പിക്കുക, തൗബയുമായി അള്ളാഹുലേക്ക് നീ തിരിയുക, റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അള്ളാഹു എനിക്ക് പുറത്തു തരും, എൻ്റെ റബ്ബ് ഇത് പുറത്തു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് തിന്മകൾ അവസാനിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യുക. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കേണ്ടത്? റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അമൽ നന്നാക്കിയാൽ മതി, അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവും. റബ്ബിനെ കുറിച്ച് നിനക്ക് വിചാരം ഹുസ്നു ظن എങ്ങനെ ഉണ്ടാക്കണം എന്ന ചിന്തയുണ്ടോ, അമൽ നന്നാക്കിയാൽ മതി, അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് ഹുസ്നു ظن ഉണ്ടാവും. കാരണം സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓരോ മുഅ്മിനും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ റബ്ബിനു വേണ്ടി ചെയ്യുന്നത്. അള്ളാഹു പരിഗണിക്കും, അള്ളാഹു ഇതിന് പ്രതിഫലം നൽകും എന്നാണ് ഓരോ മുഅ്മിനും, സൽക്കർമ്മം ചെയ്യുന്ന ഓരോ മുഅ്മിനും പ്രതീക്ഷിക്കുന്നത്. അവനുള്ളതാണ് എല്ലാ സ്തുതിയും, അവനുള്ളതാണ് മജിദും സനാഉം. സനാ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് സനാ എന്ന് പറയുക എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. വീണ്ടും വീണ്ടും പുകഴ്ത്തുക, ഒരു സ്തുതി പറഞ്ഞ് വീണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തുക. അതുകൊണ്ടാണ് ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു മുഅ്മിൻ ഫാത്തിഹയിൽ പറഞ്ഞാൽ അള്ളാഹു അവനോട് പ്രതികരിക്കും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വീണ്ടും റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ആസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, സനാ പറഞ്ഞിരിക്കുന്നു. സനാ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അള്ളാഹുവിനെ ആവർത്തിച്ച് പുകഴ്ത്തുക എന്നതാണ് സനാ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ത്? അവനെ സ്തുതിക്കുക, അവനെക്കുറിച്ച് പുകഴ്ത്തുക എന്നത്. അവനെ പുകഴ്ത്തി പറയുക, അവനെക്കുറിച്ച് നല്ലത് പറയുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നീ അള്ളാഹുവിനെ കുറിച്ച് ആരോടെങ്കിലും നല്ലത് പറഞ്ഞാൽ നീ ആരോട് പറഞ്ഞു? അവനെക്കാളും നല്ലവരോട് അള്ളാഹു നിന്നെക്കുറിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി, വഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഹും ഖൈറും മിൻഹും. എൻ്റെ അടിമ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനെ സ്മരിക്കുന്നതാണ്. എൻ്റെ അടിമ ഒരു കൂട്ടർക്കിടയിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരെക്കാൾ നല്ല കൂട്ടരോട് അവനെക്കുറിച്ച് പറയും. ദിക്റിൻ്റെ പ്രതിഫലങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഫലമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ പ്രതിഫലമാണെന്ത്? ഫദ്കുറൂനി അദ്കുർക്കും. ആ പ്രതിഫലം, നീ അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചാൽ അള്ളാഹു നിന്നെക്കുറിച്ച് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില ഹദീസുകളിൽ കാണാം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ തേനീച്ചകൾ ഇരമ്പലുണ്ടാക്കി ഇങ്ങനെ പറക്കുകയില്ലേ എന്നതുപോലെ അള്ളാഹുവിൻ്റെ ആർശിന് ചുറ്റും ആ ദിക്റുകൾ ഇങ്ങനെ നിൽക്കുമെന്നാണ്. ഒരാളുടെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകൾ അത് അള്ളാഹുവിൻ്റെ ആർശിനരികിൽ ഇരമ്പലുണ്ടാക്കി നിൽക്കുമെന്നാണ്. അള്ളാഹുവിങ്കൽ അത് വലിയ പരിഗണന ലഭിക്കുന്ന കാര്യമാണ്. നോക്കൂ,
അടുത്ത വരി തുസബ്ബിഹുൽ അംലാകു വൽ അർദു വസ്സമ. തുസബ്ബിഹുഹു, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അൽ അംലാക്കു, ഈ പ്രപഞ്ചം മുഴുവൻ. വൽ അർദു, അതുപോലെ ഭൂമിയും ആകാശവും. വകുല്ലു ജമീഇൽ ഖൽഖി, സൃഷ്ടികൾ മുഴുവനും. ഹഖ്ഖൻ വതഹ്മദു, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വതഹ്മദു, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. എല്ലാം അള്ളാഹുവിലേക്ക് തിരിയുന്നു. അതുപോലെ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും മലക്കുകളും ഭൂമിയും ആകാശവും സകല പടപ്പുകളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും അവനെ സ്തുതിക്കുകയും അവനിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. അവനല്ലാതെ റബ്ബായി തേടിച്ചെല്ലാൻ ഒരു സൃഷ്ടിക്കും ഒരാളുമില്ല. നോക്കൂ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരുവന് പോലും യഥാർത്ഥത്തിൽ അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അവൻ അള്ളാഹുല്ലാത്തവരിലേക്ക് തിരിയുന്നു. അവൻ വിചാരിക്കുന്നത് ഈ ഇലാഹാണ് എനിക്കിതൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവന് ചെയ്തു കൊടുത്ത ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഹെൽമിനെ കുറിച്ച്, അവൻ്റെ ക്ഷമയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റബ്ബല്ലാത്തവരിലേക്ക് തിരിയുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് അവൻ ചോദിക്കുന്നതൊക്കെ നൽകുന്ന യഥാർത്ഥത്തിൽ റബ്ബാണ്. ഇവൻ വിചാരിക്കുന്നു തൻ്റെ ഇലാഹാണ് ഇത് ചെയ്തത്. എന്നിട്ട് ആ ഇലാഹിന് അവൻ നന്ദി പറയുന്നു. ആ ഇലാഹിന് അവൻ ആരാധനകൾ അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അടുത്ത വരി ഇങ്ങനെയാണ്: തനസ്സഹ അൻ നിദ്ദിൻ വകുഫ്ഇൻ മുമാസിലിൻ വഅൻ വസ്ഫി ദിൻ നുഖ്സാനി ജല്ലൽ മുവഹ്ഹദു. തനസ്സഹ അൻ നിദ്ദിൻ വകുഫ്ഇൻ മുമാസിലിൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ തനസ്സഹ, അവൻ ഏറ്റവും പരിശുദ്ധനാണ്. അവൻ ഒരിക്കലും കറയേൽക്കാത്തവനാണ്. അന്നിദ്ദിൻ, ഒരു സമനുണ്ടാവുക എന്ന ന്യൂനത അവനുണ്ടാവുകയില്ല. വകുഫ്ഇൻ, അവനൊത്ത ഒരാൾ ഇല്ല. മുമാസിൽ, അവനെപ്പോലെ ആരെങ്കിലുമില്ല. വഅൻ വസ്ഫി ദിൻ നുഖ്സാനി, ന്യൂനതയുടെ, കുറവിൻ്റെ, കോട്ടങ്ങളുടെ എന്തെങ്കിലും ഒരു വിശേഷണം അവനില്ല, ഒരു കുറവ് അവനില്ല. ജല്ലൽ മുവഹ്ഹദു, അവൻ ഏറ്റവും ഔന്നത്യമുള്ളവനാണ്. മുവഹ്ഹദ്, അവൻ ഏകത്വം പടപ്പുകൾ അംഗീകരിക്കേണ്ടവനാണ്. അതാണ് മുവഹ്ഹദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കപ്പെട്ടവനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് തുല്യനായി ആരും തന്നെയില്ല. അവൻ്റെ ഒരു വിശേഷണങ്ങളിലും അവന് തുല്യമായി മറ്റാരുമില്ല. എന്നാൽ സൃഷ്ടികളുടെ സ്ഥിതി എന്താണ്? നോക്കൂ, സൃഷ്ടികളുടെ പ്രത്യേകത, ഏതൊരു സൃഷ്ടിയും അതിന് സമാനമായ മറ്റൊരു സൃഷ്ടി ഉണ്ടാകാതെ ഇല്ല. ഏത് പടപ്പാകട്ടെ അതിന് സമാനമായ വിശേഷണങ്ങളുള്ള പടപ്പുകളുണ്ടാകും. അള്ളാഹുവിൻ്റെ നബിമാർ, റസൂലുകൾ, അവർ മനുഷ്യരാണ്. മനുഷ്യരെ പോലെ അവർക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, വികാര വിചാരങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന മനുഷ്യർ ഏറ്റവും ശ്രേഷ്ഠരാണ്, അതിൽ സംശയമില്ല. പക്ഷെ പടപ്പുകളിൽ ഒരു പടപ്പും തന്നെ എന്തുണ്ടാവുകയില്ല? തുല്യതയില്ലാത്ത ഒരു പടപ്പ് അതുണ്ടാവുകയില്ല. പടപ്പുകളിൽ അവർക്ക് തുല്യരായി ഉണ്ടാവും. തുല്യതയില്ലാത്തവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്കുണ്ടോ, മറ്റൊരു നഷ്ടവും യഥാർത്ഥത്തിൽ നിനക്ക് നഷ്ടമല്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ആളുകൾക്ക് മോശമായ ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, ഇതൊക്കെ അവരുടെ തൗഹീദിൽ വലിയ പിൽക്കാലത്ത് കോട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. കാരണം അങ്ങനെയുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ പിടികൂടിയാൽ വഴിയെ അവൻ എന്തു തോന്നും? അത് മൂത്ത് അവൻ എന്തു തോന്നും? ഇവളെപ്പോലെ മറ്റൊരാളില്ല എന്നവന് തോന്നുകയാണ്. അവൾക്ക് തോന്നിയാണ് അവനെപ്പോലെ മറ്റൊരാളില്ല എന്ന്. ആ സ്നേഹം അതിന് കടന്ന് ഇലാഹായ റബ്ബിനെ കുറിച്ച് പറയേണ്ടത് അവൻ അവളെക്കുറിച്ച്, അവൾ അവനെക്കുറിച്ച് പറയുന്ന സ്ഥിതിയിൽ എത്തിച്ചേരും. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ അറിയപ്പെട്ട പല പ്രേമഗാനങ്ങളും, കാമുകിയെക്കുറിച്ച് എഴുതപ്പെട്ട പാട്ടുകൾ, കവിതകൾ, സിനിമാ പാട്ടുകൾ, ഇതൊക്കെ വരികൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ പലതിലും എന്ത് കാണാം? ഈ പെണ്ണിനെ അല്ലെങ്കിൽ ആണിനെ ദൈവികമായ വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കുന്നത് കാണാം. ദേവി, ദേവൻ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇത്? അതിൻ്റെ പരിധി വിട്ട് അവസാനം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ആരാധനയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അവന് തോന്നും ഇല്ലെങ്കിൽ എനിക്ക് മറ്റാരുമില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവളെപ്പോലെ കോടാനുകോടി സ്ത്രീകളെ വേറെ പടച്ചിട്ടുണ്ട്. അവനെപ്പോലെ കോടാനുകോടി മനുഷ്യരെ വേറെ പടച്ചിട്ടുണ്ട്.
പക്ഷേ ഈ രോഗം ഹൃദയത്തിൽ പിടികൂടിയാൽ അവന് ഇത് കാണുകയില്ല, അവൻ്റെ കണ്ണ് മറിഞ്ഞു പോകും. അൽ ഹുബ്ബു തുഅ്മി വതുസിം, അത് കണ്ണില്ലാത്ത, അതുപോലെ കാതില്ലാത്ത പ്രേമമെന്ന് നമ്മുടെ നാട്ടിലും മലയാളത്തിലും പ്രയോഗമുണ്ട്, അതുപോലെ അറബിയിൽ പ്രയോഗമുണ്ട്. അത് ആളുകളുടെ കാഴ്ചയില്ലാതാക്കി കളയും, ആളുകളുടെ ഗ്രാഹ്യശേഷി നശിപ്പിച്ചു കളയും. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ രോഗം ബാധിച്ച അത് പിന്നീട് തൗഹീദിന് അപകടമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരും. അങ്ങനെ എത്തിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, പടപ്പുകളിൽ ഏത് ആൾക്കും പകരം വേറൊരാളുണ്ടാവും, അയാളെപ്പോലെ മറ്റൊരാൾ. അതാണായാലും പെണ്ണായാലും പടപ്പുകളിൽ എല്ലാ കാര്യത്തിനും അല്ലാഹു റബ്ബുൽ ആലമീൻ അതുപോലെ ഒന്നിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. വൈൻ മിൻ ഷൈഇൻ, അല്ലാഹു പറഞ്ഞതുപോലെ ഏത് കാര്യത്തിനും നാം ഇണകളെ പടച്ചിട്ടുണ്ട്. അതല്ലാതെ ഏകനായി ഒറ്റ ഒന്നായി തുല്യമായി മറ്റൊന്നുമില്ലാതിരിക്കുക എന്നത് ആരുടെ മാത്രം വിശേഷണമാണ്? അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണമാണ്. പടപ്പുകളിൽ ആർക്കും എന്തുണ്ട്? അവരെ പോലെ മറ്റൊരാൾ ഉണ്ടാകും എന്നാണ്. ഏത് സൃഷ്ടിയെപ്പോലെ മറ്റൊന്ന് ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിന് റബ്ബുൽ ആലമീൻ അവന് തുല്യനായി മറ്റാരുമില്ല, മറ്റൊന്നും തന്നെയില്ല. ന്യൂനതയുടെ ഒരു വിശേഷണവും അവനില്ല. മറിച്ച് അവൻ്റെ വിശേഷണങ്ങളെല്ലാം കമാലിൻ്റെ വിശേഷണങ്ങളാണ്, പൂർണ്ണതയുടെ വിശേഷണങ്ങളാണ്. ന്യൂനതയുടെ, കുറവിൻ്റെ ഒരു വിശേഷണവും അള്ളാഹുവിനില്ല. അവൻ്റെ വിശേഷണങ്ങളെ നിങ്ങൾ എടുത്തു നോക്കും. അവൻ്റെ റഹ്മത്ത് അത് സമ്പൂർണ്ണമാണ്, അവൻ്റെ അറിവ് അത് സമ്പൂർണ്ണമാണ്, അവൻ്റെ ശക്തി അത് സമ്പൂർണ്ണമാണ്, അവൻ്റെ അവൻ്റെ കേൾവിയും അവൻ്റെ കാഴ്ചയും അവൻ്റെ എല്ലാ വിശേഷണങ്ങളും അത് പരിപൂർണമാണ്. മോശമായ ഒരു വിശേഷണവും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇല്ല. ഇത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കും. ഇതിൻ്റെ പുറത്താണ് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നാം മനസ്സിലാക്കുന്നത്. കാരണം അള്ളാഹുവിനെ പോലെ ആരുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ എന്തു വന്നോ, ഹദീസിൽ എന്തു വന്നോ, അതിലൊക്കെ അവൻ മാത്രമേ ഉള്ളൂ. അതൊന്നും തന്നെ അവനെ പോലെ മറ്റാർക്കുമില്ല. പടപ്പുകളുടേതുപോലെയല്ല അവൻ്റെ ഒരു വിശേഷണവും, സൃഷ്ടികളുടേതുപോലെയല്ല അവൻ്റെ യാതൊരു വിശേഷണവും. ഖുർആനിലും സുന്നത്തിലും വന്ന എല്ലാ വിശേഷണങ്ങളെക്കുറിച്ചും നമ്മൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം ഖുർആനിൽ വന്നതാണ്. അതുപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലിമാ ഖലഖ്തു ബിയദൈ. ആദമിനെ കുറിച്ച് നാം നമ്മുടെ 2 കൈകൾ കൊണ്ട് പടച്ച ആദം, അള്ളാഹു അവനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തജ്രീ ബി അഅ്യുനിന, നമ്മുടെ കൺമുന്നിലായിക്കൊണ്ട് ആ കപ്പൽ ഒഴുകി എന്ന് അള്ളാഹു പറഞ്ഞു. അവൻ്റെ കണ്ണുകളെന്ന് ഖുർആനിൽ വന്നതാണ്, ഹദീസുകളിൽ വന്നതാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? ഈ നേരത്തെ പറഞ്ഞ അടിത്തറക്ക് പുറത്താണ് നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്. അവനെ പോലെ ആരുമില്ല, ഒരു ന്യൂനതയുടെ വിശേഷണവും അവനില്ല. മറിച്ച് ഈ സിഫത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ പൂർണ്ണതയുടെ വിശേഷണങ്ങളാണ്. ഒരു സൃഷ്ടിയുടേതും പോലെയല്ല. നിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ രൂപം വരുന്നുണ്ടോ അത് കളഞ്ഞേക്കുക. അള്ളാഹു അങ്ങനെയല്ല. കാരണം നീ റബ്ബിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ പോലെ ഒന്നിനെയും നീ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. ഈ അടിത്തറക്ക് പുറത്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതാണ് നോക്കൂ അടുത്ത വരിയിലുള്ളത്. وَنُثْبِتُ أَخْبَارَ الصِّفَاتِ جَمِيعَهَا وَنَبْرَأُ مِنْ تَأْوِيلِ مَنْ كَانَ يَجْحَدُ. وَنُثْبِتُ, നാം സ്ഥിരീകരിക്കുന്നു, വിശ്വസിക്കുന്നു, ഉണ്ടെന്നുറപ്പിക്കുന്നു. അഖ്ബാർ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച്. എന്താ സിഫത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ വിശേഷണം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള ഖബറുകൾ, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നു. ജമീഅഹ, അതെല്ലാം ഒന്നുപോലും ഒഴിവില്ല. ചിലരെന്ത് ചെയ്യുന്നു? ചിലത് വിശ്വസിക്കുന്നു, ചിലത് വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മുഴുവൻ സിഫത്തുകളിലും ഖുർആനും സുന്നത്തിലും വന്നതിൽ മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നു. ചിലരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഒന്നാകെ നിഷേധിച്ചു. ജഹ്മികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ജഹ്മി ബിൻ സഫ്വാൻ എന്നു പേരുള്ള അങ്ങേയറ്റം പിഴച്ച മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ കാഫർ എന്ന് വിധിച്ച വധശിക്ഷ ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കിയ ഒരുവനാണ് ജഹ്മി ബിൻ സഫ്വാൻ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മുഴുവൻ അവൻ നിഷേധിച്ചു. അവൻ്റെ അതിലെ ഉസ്താദ് ജഅദ് ബിൻ ദിർഹം എന്നു പേരുള്ള മറ്റൊരാളായിരുന്നു.
അയാൾ അള്ളാഹുവിനെ കുറിച്ച് വന്ന വിശേഷണങ്ങളെ നിഷേധിച്ചു. എന്താണ് അവരുടെ ന്യായം? എന്തായിരുന്നു ഇവരുടെയൊക്കെ ന്യായം? അള്ളാഹിനെ കുറിച്ചൊരു വിശേഷണം പറഞ്ഞാൽ അള്ളാഹു പടപ്പിനെ പോലെയാവും, എന്തു പറഞ്ഞാലും. അതുകൊണ്ട് ഖുർആനും സുന്നത്തിൽ വന്ന മുഴുവൻ സിഫത്തുകളെയും നിഷേധിച്ചു. അവർ പറഞ്ഞു, അല്ലാഹു ലം യത്തഖിദ് ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അള്ളാഹു ഖലീലായി സ്വീകരിച്ചിട്ടില്ല. വലം യുകല്ലിം മൂസാ തക്ലീമൻ, മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടുമില്ല. അള്ളാഹു സംസാരിക്കുക എന്നതിനെ നിഷേധിക്കുക, അള്ളാഹു സ്നേഹിക്കുക എന്നതിനെ നിഷേധിക്കുക. ഇത് പരസ്യമായി പറഞ്ഞവരായിരുന്നു ഖാലിദ് ജഅദ് ഇബ്നു ദിർഹം എന്നു പേരുള്ള ആൾ. അയാളെ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളിൽ ഒരാളായ ഖാലിദ് അൽ ഖസ്രി എന്ന അമീർ ഒരു ദുൽഹിജ്ജ മാസം ബലി പെരുന്നാളിന് അറുത്തു കളഞ്ഞു, വധശിക്ഷ നടപ്പിലാക്കി. അദ്ദേഹം ബലി പെരുന്നാളിൻ്റെ ഖുത്ബക്ക് ഇടയിൽ പറഞ്ഞു, ജനങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളെ ഉദ്ഹയ്യത്ത് അറുത്തുള്ളൂ, ഞാനിതാ ജഅദ് ഇബ്നു ദിർഹമിനെ അറുക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല, മൂസ അലൈഹിസ്സലാമിനെ മൂസ നബിയോട് സംസാരിച്ചിട്ടുമില്ല. അദ്ദേഹം മിമ്പറിൽ നിന്നിറങ്ങി ജഅദിനെ അറുത്ത് വധശിക്ഷ നടപ്പിലാക്കി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ പറഞ്ഞു, അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കട്ടെ ഖാലിദ് അൽ ഖസ്രിക്ക്, കാരണം വലിയൊരു ഷർറാണ് ഈ ഉമ്മത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞത്. ഈ ജഅദ് ഇബ്നു ദിർഹമിൻ്റെ അവൻ്റെ ശിഷ്യനായ ജഹ്മു ഇബ്നു സഫ്വാൻ്റെ വാദമാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ തള്ളിക്കളയുക. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നു. പക്ഷേ ഭാഗികമായി അതെടുത്ത കക്ഷികളുണ്ട്, അശാരിയാക്കൾ എന്നറിയപ്പെടുന്ന കക്ഷികൾ. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അതുപോലെ മറ്റ് ചില കക്ഷികളും ഒക്കെ പറയുന്നത് ഞങ്ങൾ അശാരികളാണ് എന്നാണ്. അശാരികളാണ്. നമ്മുടെ നാട്ടിലെ പല കക്ഷികൾ ഇത് പറയാറുണ്ട്, സമസ്ത പറയാറുണ്ട്, തബ്ലീഗ് ജമാഅത്ത് പറയാറുണ്ട്. പലരും അവർ പറയും ഞങ്ങൾ അശ്അരി അഖീദയാണ് നമ്മുടെ അഖീദ എന്ന് പരസ്യമായി പറയുന്നവരാണ്. എന്താണ് ഈ അശ്അരി അഖീദ? അതൊരാളിലേക്ക് ചേർത്ത് പറയുന്ന അഖീദയാണ്. അബുൽ ഹസൻ അൽ അശ്അരി എന്നു പേരുള്ള പണ്ട് കാലത്ത് ജീവിച്ചൊരു പണ്ഡിതരിലേക്ക് ചേർത്തിട്ടാണ് ഈ അഖീദ പറയുന്നത്. നമ്മൾ പറയുന്നു നമ്മുടെ അഖീദ ആരുടെ അഖീദയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീദയാണ്, അവിടുത്തെ സഹാബത്തിൻ്റെ അഖീദയാണ്. ഈ ഉമ്മത്തിലെ സലഫ് മുൻഗാമികൾ അവരുടെ ഏത് അഖീദയായിരുന്നു? ഇമാം ഷാഫിഈയുടെ അഖീദ, ഇമാം അഹ്മദിൻ്റെ അഖീദ, ഇമാം മാലിക്കിൻ്റെ അഖീദ, ഇമാം ബുഖാരിയുടെ അഖീദ, ഇങ്ങനെയുള്ള മഹാന്മാരായ മുൻഗാമികളായ ഇമാമിങ്ങളുടെ അഖീദ, അവരുടെ എല്ലാ അഖീദ ഒന്നായിരുന്നു. അതാണ് നമ്മുടെ അഖീദ, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ അഖീദയല്ല. അബുൽ ഹസൻ അൽ അശ്അരി അഖീദയിൽ പല പുത്തൻ വാദങ്ങളും അദ്ദേഹത്തിൻ്റെതായി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്, സംശയമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, മുൻഗാമികളിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. സിജ്സി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് തന്നെ റിസാലത്തു സിജ്സി ഇല അഹ്ലി സബീദ് എന്നു പേരുള്ള കിതാബ് തന്നെ ഈ അശാരിക്ക് മറുപടിയാണ്. പേരെടുത്ത് ആ കിതാബിൽ അദ്ദേഹത്തിൻ്റെ പിഴച്ച വാദങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു. മുൻഗാമികൾപ്പെട്ട പണ്ഡിതനാണ്. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന് പിഴച്ച വാദങ്ങൾ. അവസാനം അദ്ദേഹം അൽ ഇബാന അൽ ഉസൂൽ ദിയാന എന്നൊരു കിതാബ് എഴുതുകയും എന്തു മൊത്തത്തിൽ താൻ ഈ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് താൻ മടങ്ങുകയാണ് എന്ന് പറയുകയും ചെയ്തു. അത് മൊത്തത്തിലുള്ളൊരു വർത്തമാനമാണ്, ഒരു പൊതുവിലുള്ള വർത്തമാനം. ഓരോന്ന് എണ്ണിപ്പറഞ്ഞ് അദ്ദേഹം തിരുത്തിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആ തിരുത്തൽ തൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. പക്ഷെ മൊത്തത്തിൽ അദ്ദേഹം തിരിച്ചുപോയി. അതായത് ആകെ ഞാൻ തിരിച്ചുപോയിരിക്കും, ഇമാം അഹ്മദ് പറഞ്ഞ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അഖീദ എന്താണോ അതിലേക്ക് ഞാൻ തിരിച്ചുപോയി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദ്യം അദ്ദേഹം മുഅ്തസിലിയ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ വാദത്തിലേക്ക്, പുതിയൊരു വാദത്തിലേക്ക് വന്നു. ഇങ്ങനെ ഒരാളിലേക്ക് ചേർത്തി ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറയുന്നവരാണ് ഇവിടെയുള്ള കക്ഷികൾ. അതിൽ തന്നെ നോക്കൂ, അത് തന്നെ ഒരു അബദ്ധമല്ലേ? നമ്മുടെ അഖീദ അങ്ങനെ ഏതെങ്കിലും ഒരാളിലേക്ക്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്ത ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ചേർത്തി പറയേണ്ട അഖീദയാണോ? അല്ല, ഇത് ഖുർആന്റെ സുന്നത്തിന്റെ അഖീദയാണ്. അപ്പോൾ നോക്കൂ, ആ വാദക്കാരായ ആളുകൾ പറയുന്നു അള്ളാഹിൻ്റെ സിഫത്തുകൾ എല്ലാം നമ്മൾ അംഗീകരിക്കില്ല, ചിലതെടുക്കും ചിലതെടുക്കുകയില്ല. അശരിയാക്കളിൽ അവരിൽ അറിയപ്പെട്ടൊരു വാദമാണ് 7 സിഫത്തുകൾ നമ്മൾ അംഗീകരിക്കും, അള്ളാഹിൻ്റെ 7 വിശേഷണങ്ങൾ. അത് നമ്മുടെ നാട്ടിലൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. എത്ര സിഫത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും? ഓർമ്മ ഉണ്ടാവും? എത്ര സിഫത്ത്? സമസ്തകാരുടെ മദ്രസകൾ ചെറിയ ക്ലാസ്സിൽ ആർക്കാണ് ഓർമ്മ ഉള്ളത്? നിങ്ങൾ ഓർത്തു നോക്കി, ഇത്ര വാജിബായ സിഫത്തുകൾ, ഇത്ര മുസ്തഹീലായ സിഫത്തുകൾ. ആര് പറയും? 20 സിഫത്തുകൾ മദ്രസയിൽ പറയാറുണ്ട്. അതിനെ ചൊല്ലി ഒരു ബൈത്ത് അവർ പറയാം, അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് പറഞ്ഞൊരു കവിത ചൊല്ലാറുണ്ട്. ഇതെല്ലാം നോക്കൂ, അള്ളാഹിൻ്റെ സിഫത്ത് വിശേഷണങ്ങളിൽ ചിലതെടുക്കും ചിലത് തള്ളിക്കളയും.
അള്ളാഹുവിൻ്റെ വജ്, അവൻ്റെ മുഖം, അവൻ്റെ കൈകൾ ഖുർആനും സുന്നത്തിലും വന്നതാണ്. അങ്ങനെയുള്ള സിഫത്ത് വന്നാൽ അവർ പറയും ഇത് നമ്മൾ അംഗീകരിക്കില്ല, ഇത് നമ്മൾ വ്യാഖ്യാനിച്ച് വേറെന്തെങ്കിലും ആണെന്ന് പറയും. എന്താ കാരണം? അവർ പറയും വജ്, മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് മുഖമില്ലേ? അതുപോലെ ആയിപ്പോകും അള്ളാഹ്. യാ സുബ്ഹാനല്ലാഹ്, ഇവൻ ആദ്യം അള്ളാഹുവിനെ പടപ്പുകളോട് ഇവൻ ആദ്യം സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ നിന്നാണ് അവൻ ഈ വാദമുണ്ടായത്. സഹോദര, അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളുടെ മുഖം പോലെയല്ല. അവന് വജുഹുണ്ട് എന്ന് അവൻ പറഞ്ഞതാണ്. അവൻ്റെ കൈകൾ എന്നത് അവൻ പറഞ്ഞതാണ്. അപ്പം ഇവൻ ആദ്യം തന്നെ പടപ്പുകളുടെ കൈകൾ പോലെ ചിന്തിക്കും, എന്നിട്ട് നിഷേധിക്കും. ഈ നിഷേധിച്ചിട്ട് അവൻ എത്തിച്ചേർന്നത് എവിടേക്കാണ്? ശരി, പടപ്പുകളിൽ കൈകൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുമില്ലേ? അള്ളാഹ്ക്ക് കൈകളില്ല എന്ന് പറഞ്ഞാൽ കൈകളില്ലാത്തവരോട് നീ സാദൃശ്യപ്പെടുത്തിയില്ല റബ്ബിന്. ഏതാ കൂടുതൽ മോശം? അത് സാദൃശ്യപ്പെടുത്തലാണെന്ന് വെച്ചോ വാദത്തിന്. അള്ളാഹുവിന് കൈകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കൈകളുള്ള പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാണെന്ന് വാദത്തിന് സമ്മതിച്ചു തരാം. ഏതാ കൂടുതൽ മോശം? കൈകൾ ഉള്ളവരോട് സാദൃശ്യപ്പെടുത്തലോ അല്ല കൈകളില്ലാത്തവനോട് സാദൃശ്യപ്പെടുത്തലോ? കൈകളില്ലാതിരിക്കുക എന്നത് ന്യൂനതയാണ്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, ഇവർ അള്ളാഹുവിനെ കുറിച്ച് പടപ്പുകളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു എന്നതാണ് പ്രശ്നം. അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹുവിന് വജുഹുണ്ട്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച അവൻ്റെ മുഖം. അവന് കൈകളുണ്ട്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച കൈകൾ. അതവൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. പടപ്പുകളെ പോലെ നമ്മൾ ചിന്തിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഇതേ ആളുകൾ, ഈ അശാരികൾ എന്തു ചെയ്യും? നാട്ടിൽ സമസ്തക്കാർ പറയും അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തും വിശേഷണങ്ങളും തള്ളുകയില്ല. അള്ളാഹുവിന് അറിവുണ്ട്, ഇൽമു അള്ളാഹുവിനുണ്ട് എന്ന് പറയാറുണ്ട്. ഇൽമു അള്ളാഹുവിനുണ്ട്. ശരി, നിങ്ങൾ ഈ പറഞ്ഞ ന്യായം അവിടെയും ചോദിക്കാലോ. അറിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാവൂലേ? കാരണം സൃഷ്ടികൾക്കും അറിവുണ്ട്. സൃഷ്ടികളിൽ ഉലമാ ഉണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവരിൽ പണ്ഡിതന്മാരുണ്ട്, അറിവുള്ളവരുണ്ട്. അപ്പം അത് അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തലാവൂലേ? അപ്പം അവർ പറയും ഇല്ല, അത് സൃഷ്ടികളുടെ അറിവ്, ഇത് റബ്ബിൻ്റെ അറിവ്. അള്ളാഹിൻ്റെ അറിവ് വേറെ, പടപ്പുകളുടെ അറിവ് വേറെ. സഹോദര, ഇതേ ഞാൻ ഇപ്പുറത്തും പറഞ്ഞാൽ മതി. അള്ളാഹിൻ്റെ വജുഹ് വേറെ, പടപ്പുകളുടെ വജുഹ് വേറെ. അള്ളാഹുവിൻ്റെ യദ്, അവൻ്റെ കൈകൾ വേറെ, പടപ്പുകളുടെ കൈകൾ വേറെ. ആ വജ്ഹല്ല ഈ വജ്, ആ കൈകളല്ല ഈ കൈകൾ. ഏതുപോലെ? ആ അറിവല്ല ഈ അറിവ് എന്നതുപോലെ. ഈ അറിവ്, പടപ്പുകളുടെ അറിവ്, അത് ന്യൂനതയുള്ള അറിവാണ്. നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അറിവാണ്. പിന്നെ അറിവൊന്നും ഇല്ലാതെ പ്രായമെത്തുന്ന അവസ്ഥയിലേക്ക് പോകും. മറവി സംഭവിക്കുന്ന, അതുപോലെ അബദ്ധം സംഭവിക്കുന്ന അറിവാണ്. അള്ളാഹുവിൻ്റെ അറിവോ ഈ ന്യൂനതകളൊന്നുമില്ലാത്ത സമ്പൂർണ്ണമായ അറിവാണ്. എന്നതുപോലെ തന്നെ വജ്ഹായാലും അതുപോലെ കൈകളായാലും എല്ലാം. ഇതിലൊക്കെ സൃഷ്ടികൾക്കിടയിൽ വ്യത്യാസമുണ്ട്. പടപ്പുകളുടെ എല്ലാവരുടെയും മുഖം ഒരുപോലെയാണോ? അല്ല. ഒരു മനുഷ്യൻ്റെ മുഖവും ഒരു ആനയുടെ മുഖം ഒരുപോലെയാണോ? അല്ല. ഒരു ഉറുമ്പിൻ്റെ മുഖവും ഒരു പക്ഷിയുടെ മുഖം ഒരുപോലെയാണോ? അല്ല. എല്ലാത്തിനും വജ്ഹില്ലേ? വജുണ്ട്. കൈകളിലെ കൈകളുണ്ട്. അതിൻ്റെതായ അറിവുണ്ട്. സൃഷ്ടികൾ തന്നെ ഒരുപോലെയല്ല. പിന്നെ എങ്ങനെയാണ് സൃഷ്ടികളും സൃഷ്ടാവായ റബ്ബും ഒരുപോലെ ആവുക? ഈ അടിസ്ഥാനമാണ് അഹ്ലുസുന്നത്തിൻ്റെ അടിസ്ഥാനം. എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഒരു പ്രയാസവുമില്ലാത്ത ദീനാണ്, ഒരു പ്രയാസവുമില്ലാത്ത വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ പിഴച്ച കക്ഷികളുടെ, ശരിയാക്കളുടെ ആ വാദം പിൻപറ്റിയവരുടെ വിശ്വാസം ആളുകളുടെ തലകറക്കുന്ന, അന്താളിപ്പിലാക്കുന്ന വിശ്വാസമാണ്. ഇതുകൊണ്ടാണ് അവരിലെ നേതാക്കന്മാർ ഒടുവിൽ അന്താളിപ്പിലായി, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എൻ്റെ കാര്യം മുഴുവൻ, ഞാൻ പഠിച്ചത് മുഴുവൻ അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ വലിയ വലിയ നേതാക്കന്മാരായി എണ്ണുന്ന റാസി, ഗസാലി, ഇവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അവസാന കാലത്ത്, മരണത്തിൻ്റെ അടുപ്പിച്ച സമയത്ത് ഞങ്ങൾ ഈ പഠിച്ചതൊക്കെ ആകെ ബാത്തിനാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ ഈമാൻ എന്താണോ അതിലായി ഞാൻ ഇതാ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പഠിച്ചതൊക്കെ ഇൽമുൽ കലാം എന്ന് പറയും, ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയും. ഇതിലൂടെ വന്ന വാദങ്ങൾ അത് മുന്നിൽ വെച്ച് ഖുർആനും സുന്നത്തും പഠിക്കുക, അള്ളാഹിൻ്റെ സിഫത്തുകളെ അങ്ങനെ വ്യാഖ്യാനിക്കുക. ഇതൊക്കെ ആളുകളെ തലയില്ലാത്ത, ഒരറ്റവുമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അൽഹംദുലില്ലാ എളുപ്പമാണ്. കാരണം നമ്മൾ വേറെന്തെങ്കിലും തത്വജ്ഞാനങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ല അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അള്ളാഹിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എത്ര എളുപ്പം, എത്ര വ്യക്തം. അതാണ് ഈ പറഞ്ഞത്, വനുസ്ബിതു അഖ്ബാറ സിഫാത്തി ജമീഅഹ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മുഴുവൻ ഖുർആനും സുന്നത്തിലും വന്നത് നമ്മൾ വിശ്വസിക്കുന്നു. വനബ്റഉ മിൻ തഅ്വീലി മൻ കാന യജ്ഹദു. നിഷേധിക്കുന്നവരുടെ വ്യാഖ്യാനങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നു, അതിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുന്നു. ഫലൈസ യുതീഖുൽ അഖ്ലു കുൻഹ സിഫാതിഹി. ബുദ്ധിക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കുൻഹ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്,
യാഥാർത്ഥ്യം എങ്ങനെയാണ് അത് മനസ്സിലാക്കിയ സാധ്യമല്ല. അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? വജ്ഹ് എന്നാൽ മുഖമാണ് എന്ന് അറിയാം, അർത്ഥം അറിയാം. എങ്ങനെയെന്നറിയുമോ? അറിയുകയില്ല. ശരിക്കും മനസ്സിലാകും. ഇവിടെ പിഴച്ച് പോയ ചില കക്ഷികളുണ്ട്, ഈ ഭാഗത്ത് പിഴച്ച ചില കക്ഷികളുണ്ട്. എന്താണത്? അവർ പറയും അർത്ഥമേ നമുക്കറിയില്ല. അള്ളാഹിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു, പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. അള്ളാഹിൻ്റെ കൈകൾ എന്നാൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു, അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു അത് കുഴപ്പമില്ലല്ലോ. അത് ഗുരുതരമായ അബദ്ധമാണ്, ഗുരുതരമായ അബദ്ധമാണ്. നമ്മൾ പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്നല്ല, അർത്ഥം നമുക്കറിയാം. വജ്ഹ് എന്നാൽ അറബികളുടെ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. വജ്ഹ് എന്നാൽ മുഖമാണെന്ന് അവർക്കറിയാം. യദാൻ എന്ന് പറയുക കൈകളാണെന്ന് അവർക്കറിയാം, അതവർ വിശ്വസിക്കുന്നു. എന്താ അറിയാത്തത്? അതിൻ്റെ കുൻ, അത് എങ്ങനെ, അതിൻ്റെ കൈഫിയ, അത് നമുക്കറിയുകയില്ല, അത് നമുക്കറിയുകയില്ല. എന്നാൽ അർത്ഥമേ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ വാദത്തിലുള്ള അപകടം എന്താണ്? തഫ്വീദ് എന്ന് പറയും ആ വാദം. അതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു അതിൻ്റെ അർത്ഥം നേർക്കുനേരെ കിട്ടുന്ന അർത്ഥം വിശ്വസിച്ചാൽ പഴച്ചു പോകുന്നതാണ് അവരുടെ വിശ്വാസം. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്ന് വിശ്വസിച്ചാൽ പഴച്ചു പോകും. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഇത് പറഞ്ഞിട്ടില്ല. അള്ളാഹിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖല്ലട്ടോ, അങ്ങനെ വിശ്വസിച്ചു പോകരുത് എന്നാരും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യദ്ഹഖു റബ്ബുനാ, നമ്മുടെ റബ്ബ് ചിരിക്കും, മിൻ ഖുനൂത്ത് ഇബാദിഹി വ ഖുർബി ഗിയറിഹി, പടപ്പുകളുടെ നിരാശയും എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തിട്ടുണ്ട്, പക്ഷെ അതറിയാതെ നിരാശപ്പെടുന്ന പടപ്പുകളെ അവരെ കണ്ട് അള്ളാഹു ചിരിക്കും എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ അശ്അരി അംഗീകരിക്കുമോ അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ? ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബി അബൂ റസീൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വാക്ക്. അബൂ റസീൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവ യദ്ഹഖു റബ്ബ്, എന്താ ചോദ്യം? എന്താണ് ആ ചോദ്യം? അദ്ദേഹം ചോദിക്കുക, അവ യദ്ഹഖു റബ്ബ്, നബിയെ റബ്ബ് ചിരിക്കുമോ? റബ്ബ് ചിരിക്കും. ഈ ആളുകളുടെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണം? അങ്ങനെ വിശ്വസിക്കരുത്, അതല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെയാണ് ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അബൂ റസീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറൻ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഇനി ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്നാര് പറയും? അബൂ റസീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്, അല്ലാതെ നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെയല്ല. അർത്ഥം നമുക്കറിയാം, വ്യാഖ്യാനം അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയുകയില്ല. നേർക്കുനേരെയുള്ള അർത്ഥം നമുക്കറിയാം, കാരണം നേർക്കുനേരെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത് അതാണ്. അതിന് ഇന്ന വേറെ അർത്ഥമുണ്ട്, ഈ നേർക്കുനേരെയുള്ള അർത്ഥം വിശ്വസിച്ചാൽ പഴച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടില്ല. നബിക്കാണത് ഏറ്റവും അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഉമ്മത്തിനോട് ഏറ്റവും നസീഹത്തുള്ളത്, പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നന്നായി അറിയുന്നത് നബിക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല എങ്കിൽ അതുപോലെ നമ്മൾ വിശ്വസിക്കുക. അർത്ഥം അറിയാം, എന്താ അറിയാത്തത്? അത് എങ്ങനെയെന്നറിയില്ല, എങ്ങനെയെന്ന് നമുക്കറിയില്ല, അർത്ഥം അറിയാം. നിങ്ങൾ നോക്കൂ, അതാണ് വനബ്റഉ മിൻ തഅ്വീലി മൻ കാന യജ്ഹദു വഫലൈസ യുതീഖുൽ അഖ്ലു കുൻഹ സിഫാതിഹി, ബുദ്ധിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നത് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നത് സാധ്യമല്ല. സൂര്യനെ നോക്കി നിന്നാൽ എന്ത് സംഭവിക്കും? അതുപോലെയാണ് ബുദ്ധിക്ക് അള്ളാഹിൻ്റെ സിഫത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ സംഭവിക്കുക, ഈ രൂപത്തിൽ ചിന്തിച്ചാൽ സംഭവിക്കുക. സൂര്യനെ ശരിക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ശരിക്ക് സൂര്യനെയാണെന്ന് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ മുകളിലേക്ക് നോക്കുന്ന എന്ത് സംഭവിക്കും? കണ്ണ് കടാവും, കാഴ്ചയില്ലാതായി പോകും. എന്നതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിയിച്ച് തന്നത് നീ ബുദ്ധി കൊണ്ട് മനസ്സിലായി, അതിനപ്പുറത്തേക്ക് നീ നിൻ്റെ ബുദ്ധിയെ പണിയെടുപ്പിക്കാൻ നിന്നാൽ സാധിക്കുകയില്ല. അള്ളാഹു അവൻ്റെ റഹ്മത്തിനാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറഞ്ഞു തന്നിരിക്കുന്നു. എങ്ങനെയെന്ന് നിനക്കറിയില്ല, എങ്ങനെയെന്ന് അറിയുകയില്ല. ഫസല്ലിം ലിമാ ഖാല റസൂലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്തോ അതിന് നീ തസ്ലീം ചെയ്തേക്കുക, അഥവാ അതിനെ നീ കീഴൊതുങ്ങിയേക്ക്. ഇമാം സുഹരി, താബിഇയായ സുഹരി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, മിനല്ലാഹി അർറിസാല, അള്ളാഹുവിൽ നിന്നാണ് ഈ ദീൻ, ഈ സന്ദേശം. വഅല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബലാഗ്, നബിയുടെ ഉത്തരവാദിത്തം ബലാഗായിരുന്നു, എത്തിച്ചു തരിക എന്നതായിരുന്നു. വഅലൈന തസ്ലീം, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അതിന് കീഴൊതുങ്ങുക.
അള്ളാഹു അറിയിച്ചു തരികയും ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു തന്നു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ബാധ്യത മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ വിശ്വസിക്കുക. എന്തെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ, അറിവുള്ളവരോട് ചോദിക്കുക. നിനക്ക് തിരിഞ്ഞില്ല എന്നതുകൊണ്ട് ഒരു കാര്യം തെറ്റാകണമെന്നില്ല. മറിച്ച് അത് നിന്റെ ബുദ്ധിയുടെ തകരാറ് കൊണ്ടായിരിക്കാം, നീ പഠിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ദുആ ചെയ്യുക, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ ഈമാനിൽ, യഥാർത്ഥ അഖീദയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.